അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ്, മാസങ്ങളാണ്, സമയങ്ങളാണ് ഈ ദിനങ്ങളെല്ലാം. അല്ലാഹു വല്ലാത്ത ശ്രേഷ്ഠത കൽപ്പിച്ചത് കൊണ്ട് തന്നെ ഈ മാസങ്ങളിലൊക്കെ നന്മ ചെയ്യുമ്പോൾ വല്ലാത്ത പ്രതിഫലങ്ങളും, തിന്മ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വല്ലാത്ത ശിക്ഷയും ലഭിക്കുന്ന സമയങ്ങളാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. പരിശുദ്ധമായ റജബിനെ നമ്മൾ ഈ ഒരു മാസം ആഗതമായപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന ദുആ ചെയ്ത് വളരെ ആഗ്രഹത്തോടുകൂടെ, വളരെ താല്പര്യത്തോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ വരവേറ്റപ്പോൾ ഈ 30 ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് പോയി മറഞ്ഞത് നാം അറിഞ്ഞില്ല. പല നന്മകളിലേക്കും നമ്മുടെ ജീവിതത്തിൽ നാം സമയം കണ്ടെത്തി. നോമ്പ് നോൽക്കുവാനുള്ള മാനസികമായ, ഈമാനികമായ ഒരു താല്പര്യം നമ്മളിലേക്ക് കടന്നു വന്നു. പല ആളുകളും ഒരുപാട് ദിവസങ്ങളായി കൊണ്ട് നോമ്പനുഷ്ഠിച്ചു, ഒന്നുമില്ലെങ്കിൽ 27 അന്നെങ്കിലും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിനോട് പരിശുദ്ധമായ റമദാനിത നിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് അവൻ കൈമാറി. ഇനി ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ നാം പരിശീലിച്ചതായ ആ ഇബാദത്തുകളെ വെള്ളം നൽകി, വളം നൽകി, അതിന് വേണ്ടതായ പോഷക ഘടകങ്ങൾ നൽകിക്കൊണ്ട് ഇഖ്ലാസും തഖ്വയും നൽകി ഖബൂലിയത്തുള്ള, സ്വീകാര്യതയുള്ള, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ അമലുകളാക്കി മാറ്റാവുന്ന രീതിയിൽ നമ്മുടെ അമലുകളെ ക്രമീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ശരീഫിലേക്ക് വരവേൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ റജബ് മാസത്തിന്റെയും പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെയും ഇടയിലായി ശഅബാൻ എന്ന് പറയുന്ന ഒരു മാസത്തിനെ അല്ലാഹു ഇടയിൽ നൽകിയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേടിയായിരുന്നു, ബേജാറായിരുന്നു. എന്തുകൊണ്ട്? യുദ്ധം ഹറാമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട ഒരു മാസം അല്ലാഹു മുന്നേ നൽകിയത് കൊണ്ട് തന്നെ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ പരിശുദ്ധമായ റജബ് മാസത്തിൽ അവൻ എന്തായാലും അമൽ ചെയ്യും. അത് തീർച്ച തന്നെയാണ്. അത് കഴിഞ്ഞ അമലുകളിലൂടെ 30 ദിവസം അവൻ ഇങ്ങനെ ജീവിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു പരിശുദ്ധമായ ശഅബാനിനെ അവൻ മറന്നുപോകുമോ? ഈ റജബിൽ അവൻ ഇങ്ങനെ നോമ്പ് നോറ്റ്, ഖുർആനോദി, സൽക്കർമ്മങ്ങൾ ചെയ്ത്, ദിക്ർ ചൊല്ലി, അദ്കാർ ചൊല്ലി, തഹ്ലീൽ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി അവന്റെ ഹൃദയത്തിന് അവനിങ്ങനെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇനി റമദാനല്ല വരാനുള്ളത്. ആ റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാമെന്ന് കരുതി ഈ ഒരു മാസം റെസ്റ്റ് എടുക്കുന്ന മാസമായി മാറിപ്പോകുമോ എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പേടിയാണ്. കാരണം ഈ ഒരു പരിശുദ്ധമായ ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു വർഷക്കാലമായി ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന കർമ്മങ്ങളെയും യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടുന്ന പരിശുദ്ധമായ മാസമാണ് ഈ ശഅബാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ശഅബാൻ മുതൽ നാം നമസ്കരിച്ച നമസ്കാരങ്ങൾ, നാം ഓതിയതായ ഖുർആനുകൾ, നാം ചൊല്ലിയതായ അദ്കാറുകൾ, നാം തീർത്തതായ സ്വലാത്തുകൾ, അങ്ങനെ തുടങ്ങി നാം ചെയ്തതായ ദാനധർമ്മങ്ങൾ, എന്തെല്ലാം നന്മകൾ ഈ ലോകത്ത് വെച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നാം ചെയ്യുന്നുണ്ടോ ആ നന്മകളൊക്കെയും യജമാനനായ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായിക്കൊണ്ടാണ് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഹബീബായ തങ്ങളെ, ലം അവാക തസൂമ ശഹറൻ മിൻ ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയേ, റമദാൻ മാസം കഴിഞ്ഞാൽ അങ്ങ് ശഅബാനിനേക്കാൾ ഏറ്റവും കൂടുതൽ
നോമ്പനുഷ്ഠിക്കുന്നതായ ഒരു മാസം ഞാൻ കണ്ടിട്ടില്ല നബിയേ. എന്താണ് അതിനുള്ള കാരണം? റമദാൻ 30 ഏതായാലും നോമ്പാണ്, റജബിലും ഒരുപാട് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ ശഅബാനിന്റെ ഭൂരിഭാഗം ദിവസങ്ങളിലും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് നോമ്പാണ്. അനുചരന്മാർ ഇതിനെ കുറിച്ചുകൊണ്ട് പുണ്യനബിയോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുകയാണ്, ذلك الشهر يغفل الناس عنه بين رجب ورمضان. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങളൊക്കെ അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്ന, നന്മകളിൽ നിന്നൊക്കെ ഒന്ന് ബാക്കോട്ടടിക്കാൻ സാധ്യതയുള്ള മാസമാണ് ഈ മാസം. ജഗതികന്തായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യന്റെ അഅമാലുകൾ മുഴുവനും ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസത്തിൽ. ഏത് ദിവസമാ, ഏത് സമയത്തിലാ ഈ പാപിയായ എന്റെ അമലു അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക? ഞാൻ പിശാചിന്റെ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ? ഞാൻ നമസ്കാരം ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണോ? ഞാൻ അശ്രദ്ധവാനായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണോ? ഞാൻ എന്റെ കൂട്ടുകാരുമൊത്ത് സല്ലപിക്കുന്ന സമയത്താണോ? ഞാൻ എന്റെ കുടുംബങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന സമയത്താണോ? ഞാൻ എന്റെ അയൽവാസിയുമായി തെറ്റി നിൽക്കുന്ന സമയത്താണോ? ഞാൻ കളവ് പറയുന്ന, ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് ഗീബത്ത് പറയുന്ന, ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് നമീമത്ത് പറയുന്ന, ഞാൻ വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമയത്താണോ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്ന് പേടിയോടെ ബേജാറോടെ നിൽക്കേണ്ട സമയമാണിത്. ഹബീബായ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റജബ് മാസം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ അവന്റെ അഅമാലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കുന്ന സമയത്താകാം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ ഉസ്മാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം അവിടുത്തെ അനുചരന്മാരായ അവിടുത്തെ ഉമ്മത്തീങ്ങളായ നാമം ശ്രദ്ധിക്കണം. നമ്മളെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഒരു കാരണവശാലോ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താകാൻ പാടില്ല. അതുകൊണ്ട് പരമാവധി ഈ മാസത്തിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങളെല്ലാം അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട രീതിയിലാക്കി മാറ്റണേ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഈ ഒരു മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളൊക്കെ അശ്രദ്ധവാന്മാരായിരിക്കുമ്പോ ആരും ദിക്ർ ചൊല്ലാത്ത സമയത്തിലോ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുമ്പോ ആരും ദിക്ർ ചൊല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഒരു ദിക്ർ നമ്മൾ ചൊല്ലുമ്പോ ആരും നല്ല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാത്ത സമയങ്ങളിൽ ഒരു സ്വലാത്തിന്റെ നാമമെങ്കിലും ഹബീബിന്റെ പേരെങ്കിലും ഒരു അദ്കാറിന്റെ കർമ്മമെങ്കിലും നമ്മുടെ ആദരങ്ങൾ കൊണ്ട് പൊഴിഞ്ഞാൽ വല്ലാത്ത പ്രതിഫലമാണ് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മറ്റ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കണം. തഖ്വ കൊണ്ടുള്ള, ഈമാൻ കൊണ്ടുള്ള, ക്ഷമ കൈകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കാഴ്ചവെക്കാൻ നാം പ്രാപ്തരാകണം. അതിനാണ് ഏറ്റവും വലിയ പണി. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ രണ്ട് ദുസ്വഭാവങ്ങൾ അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്നാണ്. രണ്ട് സ്വഭാവങ്ങൾ മനുഷ്യർക്ക് ദുസ്വഭാവമാണ്. ഒന്നാമത്തത് സഹനമില്ലാത്ത സ്വഭാവം, ക്ഷമിക്കാനുള്ളതായ ഒരു മാനസികമായ
ഒരു കഴിവ് അവനില്ലാത്ത പോലെ അത് പിന്നീട് അവൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ധൃതി കൂട്ടുക. ഏത് കാര്യത്തിനും ധൃതി കൂട്ടുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു കേട് സ്വഭാവമാണ്. ധൃതി കൂട്ടണം. ഏതിന്? നന്മകളിലേക്ക് മാത്രം. ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോഴാകട്ടെ, ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാകട്ടെ, മറ്റേത് കാര്യങ്ങളാകട്ടെ, സാവധാനം സഹനതയോടുകൂടി നമ്മളത് ചെയ്യുകയാണെങ്കിൽ എക്കാലത്തും നമുക്ക് അതുകൊണ്ട് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ല, ധൃതി കൂട്ടിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ക്ഷമയുമില്ലാതെ ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കാത്ത കോലത്തിൽ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വല്ലാത്ത പരാജയമാണ്. ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയുകയില്ല എന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തെ മനുഷ്യരോട് സൂചിപ്പിച്ചു തരികയാണ്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. ധൃതി കാട്ടുന്ന കോലത്തിലാണ് മനുഷ്യ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. സൗരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ. ഞങ്ങൾ ധൃതി കൂട്ടുന്ന ആവശ്യമില്ല. എന്റെ അത്ഭുതങ്ങളൊക്കെ, എന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ, എന്റെ ആയത്തുകൾ മുഴുവനും ഞാൻ നിങ്ങളിലേക്ക് വെളിവാക്കി തരും, നിങ്ങൾക്ക് അത് കാണിച്ചു തരും. തീർച്ചയാണ്. ഫലാ തസ്തഅജിലൂൻ. അതിനെ സ്പീഡാക്കിങ്ങാണ്ട് ഓവറാക്കിങ്ങാണ്ട് ധൃതി കൂട്ടിങ്ങാണ്ട് എന്റെ അടുത്തേക്ക് വണ്ടി വരണ്ട എന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. നമ്മുടെ ശരീരത്തിനെ പതിയെ പതിയെ അമലുകളിലേക്ക് കൊണ്ടുപോകാൻ ക്ഷമിക്കുന്ന മനസ്സുണ്ടാകാൻ ഞാനും നിങ്ങളും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഇന്ന് തുടങ്ങിയതല്ല. നമ്മുടെ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിക്കുന്ന കാലം മുതൽക്ക് തന്നെ മഹാനാകുന്ന ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു തുടങ്ങിയപ്പോ തഫ്സീറുൽ ബഗവി നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ പറയുകയാണ്, ഫലമ്മാ അഹയ റൂഹ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു അങ്ങനെ പടപ്പുകൾ പടച്ചു തുടങ്ങിയപ്പോ ആത്മാവ് തലയുടെ ഭാഗത്തെത്തി. അല്ലാഹു കൊണ്ട് ശിരസിന്റെ ഭാഗത്ത് റൂഹെത്തിയ സമയത്ത് ആദം നബി റബ്ബിനോട് പറയാ, യാ റബ്ബി ഇസ്തഅജിൽ ബിഖൽഖി ഖബ്ല ഗുറൂബി ശംസ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കി തരണേ. അങ്ങനെയാണല്ലോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാം, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ സൃഷ്ടിപ്പ് നീ ഒന്ന് പൂർണ്ണമാക്കി തരണേ. അവിടെ പോലും ധൃതി കാട്ടുകയാണ്. ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും. ഒന്നും സാവധാനമില്ല, ഒന്നും ആലോചിക്കാൻ നമുക്ക് ടൈമില്ല. ധൃതി കൂട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. എന്തെല്ലാം നഷ്ടങ്ങളാണ്, എന്തെല്ലാം പോരായ്മകളാണ് അതുകൊണ്ട് നമ്മുടെ അമലുകളിലൊക്കെ വന്നു പോകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുമായിരുന്നു, മക്കളെ, നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിലും ഒരു ടൈം അതിനു വേണ്ടി നിങ്ങളൊന്ന് പഠിക്കാൻ മാറ്റിവെക്കും. ഒന്ന് ചിന്തിക്കണം, ഞാൻ ഈ കാര്യം ഇപ്പൊ ചെയ്താൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, ഇത് ഞാനൊന്ന് നാളത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിന് വേണ്ട പോലെ യഥാക്രമത്തിൽ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് ചെയ്യുകയാണെങ്കിൽ അതിനെ പരിപൂർണമായ രൂപത്തിൽ എനിക്ക് മാറ്റാൻ പറ്റൂലേ എന്നൊന്ന് ചിന്തിക്കുക. എന്നിട്ട് മഹാനായ തങ്ങൾ പറയാ, നമുക്ക് മുസീബ് പോലത്തെ മുസീബത്തുകളൊന്നും നിങ്ങൾക്ക് വരൂല. ഒന്ന് ചിന്തിച്ചങ്ങാണ്ട് ഒന്ന് ക്ഷമിക്കാനുള്ളതായ മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മളെ മനസ്സിന് ക്ഷമിക്കാനുള്ളതായ ഒരു ഒരു കഴിവുണ്ടാകും. ആ കഴിവുണ്ടെങ്കിലേ നോമ്പനുഷ്ഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. പരിശുദ്ധമായ റജബ് 30 ദിനങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയി. സ്വർഗത്തിൽ ഒഴുകുന്ന പുഴയും ഒരു നോമ്പിന്റെ പ്രതിഫലങ്ങളും എല്ലാം നമ്മൾ കേട്ടു. പക്ഷേ 27 നോമ്പല്ലാത്ത ഒരു നോമ്പ് നോക്കാൻ നമ്മളെ ശരീരം നമ്മളോട് പറഞ്ഞോ? ഒരു ശരീരം നമ്മളോട് കൊതിച്ചോ? ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇപ്പോഴേ നമ്മൾ ഇങ്ങനെ മടിയന്മാരാകരുത്. ആ നോമ്പെടുക്കാനുള്ള ക്ഷമ നമുക്കില്ല. എന്തുകൊണ്ട്? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മുഖേന പരിശുദ്ധമായ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആ സബർ കൊണ്ട്, ക്ഷമ കൊണ്ട് നീ പരസ്പരം വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ വല്ലാത്ത ക്ഷമ വേണം. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വല്ലാത്ത ക്ഷമ വേണം.
ആ ക്ഷമ കൊണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ വസിയത്ത് ചെയ്യുക എന്ന പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ നമുക്ക് വലിയതായ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ മഹാന്മാരായ ആളുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം തന്നെയല്ലയോ. ഇന്നിപ്പോ ഈ ഒരു 2-3 മാസക്കാലമായിട്ട് ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ബസ് ആക്സിഡന്റ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? അതൊക്കെ ധൃതി പോയിട്ടില്ലേ? മെല്ലെ പോവാണെങ്കിൽ റബ്ബിന്റെ കവാൽ എന്നുള്ള മറ്റൊരു വശം. ഇന്നാലും നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടാണ് അപ്പൊ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഭൗതികമായ കാര്യങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ആമയുമായിട്ടും പന്തയം വെച്ച് ആമ ജയിച്ചില്ലേ? എന്തുകൊണ്ട്? ആമ മെല്ലെ പോയത് വയലോ വൃത്തി വെച്ചാൽ ഓടി പരാജയപ്പെട്ടില്ലേ? പണ്ടൊരു കഥ പറയുന്നതിനോ പൊൻപൊട്ട ഇടുന്ന താറാവ് എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത് അറിയില്ല. എന്നും സ്വർണ്ണമുട്ട കിട്ടുകയോ ധൃതി പൊട്ടിങ്ങാണ്ട് കുറെ കെട്ടട്ടെ ചാറ്റി പിടിച്ചാണ്ട് അർത്ഥ ഇന്നൊരാൾ ഓപ്പറേഷൻ ചെയ്തൊക്കെ ഒന്നുമില്ലാതായി, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോ തന്റെ തട്ടപ്പുറത്ത് നിന്നായിരുന്ന കേസിൽ നിന്ന് എല്ലാ ദിവസവും കാരക്കെ എടുത്ത് ഭക്ഷിക്കുമായിരുന്നു. എപ്പോ കൈയുണ്ടാക്കിയാലും അതിന് സാധനം കിട്ടും. ഇതെന്താ തീരാത്ത ഇതിപ്പോ കുറെ നോക്കിനാല് ആ എടുത്തോട് തുറന്നു നോക്കി, പിറ്റേന്ന് തീർന്നു, പിന്നെ കിട്ടിയില്ല. ആണോ? സ്പീഡാക്കുക അതിന് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിയമം തന്നെ അതിന്റെ തടസ്സങ്ങൾ ആലോചിച്ചൊക്കെ ഒരു സാധനം അതിന്റെ ടൈം ആകുന്നതിന് മുമ്പ് നമ്മൾ എടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ടൈം ആയാൽ നമുക്കത് കിട്ടൂല. ഒരു ഉദാഹരണം, അനന്തര സ്വത്ത്. അനന്തര സ്വത്ത് നമ്മൾ വാപ്പ മരിച്ചാൽ മക്കൾക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്? അനന്തര സ്വത്ത്. നോന് വളരിപ്പിച്ച് കുറെ സ്വത്തിന്റെ വാപ്പനെ പിടിച്ചോട്ട് കൊന്ന് ഇതൊക്കെ കളിപ്പൊന്നും കഴിഞ്ഞാൽ മന കൊന്നില്ലേ? നോക്കി മക്കൾക്ക് നല്ല വിമോർത്തുകളുള്ള പ്രശ്നം അല്ലാതെ നമ്മളെ മക്കൾക്കൊക്കെ ദീനിയായ വിമോർത്ത. അപ്പൊ ഓനെ ഈ അനന്തര സ്വത്ത് കണ്ടിട്ടാണ് വാപ്പനായിട്ട് കൊന്നു. എന്തിനാണ് ഓനെ കൊല്ലുന്നത്? ഓനക്ക് അനന്തര സ്വത്ത് കിട്ടാൻ വേണ്ടി. അത് കിട്ടോ? കിട്ടൂല. അവനെ തടയപ്പെടും. വാപ്പനെ കൊന്ന കാരണമായി. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഓനുള്ളിൽ സ്പീഡാക്കി. അപ്പൊ എല്ലാവർക്കും സ്പീഡ് വെച്ചു. സ്പീഡ് വേണമെന്ന് പറഞ്ഞാൽ ഹൈവാനത്തിന് നന്മ ചെയ്യാൻ വേണ്ടി കാണ്ടി ഒന്നാം സ്വപ്പ് കിട്ടാൻ വേണ്ടി ലേശം നേരത്തെ സ്പീഡ് പോകാൻ തന്നെ കുറച്ച് നേരത്തെ പള്ളിക്കൊക്കെ പോയി ഒന്നാം സ്വപ്പിൽ ഇമാമിന്റെ തൊട്ടപ്പുറത്ത് കാണാൻ പോയി നിൽക്കുക. അങ്ങനത്തെ സ്പീഡാണ്. അല്ലാതെ ഒരു കാരണവശാലും ധൃതി കൂട്ടിക്കൊണ്ട് എന്ത് കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങളാകട്ടെ ഉഹ്റവിയായ കാര്യങ്ങളാകട്ടെ അത് നാം ചെയ്താൽ അതിന്റെ യഥാർത്ഥമായ ഫലം നമുക്ക് നേടാൻ കഴിയില്ല. لا تعجلن لامرئ أنت طالبه فقل ما يدرك المطلوب ذو العجل. മഹാന്മാരായ ആളുകൾ പറയുകയാണ്, നീ തേടുന്നതായ ഒരു കാര്യത്തിന്, നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചതായ ഒരു കാര്യത്തിലേക്ക് ധൃതി കൊണ്ടിക്കൊണ്ട് നീ മണ്ടിച്ചെല്ലരുത്. കാര്യങ്ങൾ കിട്ടാൻ ഓടിപ്പോയ എത്രയോ ആളുകൾ അത് കിട്ടാതെ നിരാശരായി മടങ്ങിയിട്ടില്ലേ? അവർ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളത് വല്ലാത്ത കുറഞ്ഞ സംഭവമാണ്. പോയാലോ പയ്യെ പോയാലോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്താലോ അവന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയാണ്. അത് നല്ല സ്വഭാവത്തിന്റെ ആളുകൾക്ക് മാത്രമേ കഴിയൂ. മനസ്സിലെ ഈമാനുള്ള തഖ്വയുള്ള ഇഖ്ലാസുള്ള പടച്ചവനെ പേടിയില്ല റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ സ്വഭാവത്തിന് ഉടമയാകാൻ കഴിയൂ. മഹാന്മാരായ ആളുകൾ മഹാനാവുന്ന പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഗോത്രമത ഒരു ദിവസം ആ നാട്ടിലെ പ്രവാചകനെ കാണാൻ വേണ്ടി പോവുകയാ. ആ നാട്ടിലെ
ആരംഭിച്ചപ്പോ അശ്വത്ത് തങ്ങളതാ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കൈ കുമ്പിക്കുകയാണ്. അതോടുകൂടെ മര്യാദയോടുകൂടെ കൈവാങ്ങി ചുംബിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാ. അവിടുന്ന് പറഞ്ഞു, യാ അശജ്ജു ഇന്ന ഫീക ഖല്ലതീൻ യുഹിബ്ബുകുമുല്ലാഹ്. അശജ്ജു തങ്ങളെ, അങ്ങയുടെ കരങ്ങളിൽ രണ്ട് സ്വഭാവങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന് അല്ലാഹു ഏറ്റവും വലിയ ഇഷ്ടമാണ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. ഒന്നാമത്തത് അൽ ഹിൽമു, സഹനമാണ്, ക്ഷമയാണ്. കൂട്ടിയില്ല, നേരത്തെ തന്നെ പോയി തിക്കുത്തിരക്കുണ്ടാക്കി ആ പ്രവാചകന് ബുദ്ധിമുട്ടാകുന്ന കോലത്തിൽ കൈചുംബിക്കാൻ പോയില്ല. സഹനം നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തത് വൽ അനാത്ത്, അവധാനത, പതിയെ ചെയ്യുക എന്നുള്ളത്. ആ രണ്ട് നല്ല സ്വഭാവങ്ങൾ അല്ലാഹു നിങ്ങളിൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അശജ്ജ തങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, പുണ്യനബിയേ, അനാ തഖല്ലഖു ബിഹിമാ അമില്ലാഹു ജബലനി അലൈഹിമാ. നബിയേ, ഇത് ഞാൻ പഠിച്ചുണ്ടാക്കിയതാണോ? ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പുതിയ സ്വഭാവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഇല്ല ഇല്ല, ബലില്ലാഹു ജബലക അലൈഹിമാ. ആ രണ്ട് സ്വഭാവത്തിൽ തന്നെയാണ് അങ്ങയെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ആ സമയത്ത് അവിടുന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ് അല്ലദീ ജബലനി അലാ ഖല്ലതൈൻ യുഹിബ്ബുഹുമുല്ലാഹു വറസൂലുഹു. അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ആ രണ്ട് സ്വഭാവങ്ങളോട് കൂടെ ശ്രദ്ധിച്ച റബ്ബേ, നിനക്കാണ് സർവ്വ സ്തോത്രങ്ങളും എന്ന് പറഞ്ഞ് മഹാനായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. മഹാനായ തങ്ങൾ അവിടുന്ന് വിടവാങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒന്നാമത്തെ പതിയെ ചെയ്യുക എന്നുള്ളതാണ്. അമലുകൾ ചെയ്യാനുള്ള, പ്രത്യേകിച്ച് നോമ്പനുഷ്ഠിക്കാനുള്ള ക്ഷമ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താ? ഖുൽ യാ ഇബാദി അല്ലദീന ആമനൂ, വിശ്വാസികളായ എൻ്റെ അടിമകളെ, അല്ലാഹു വിശ്വാസികളായ, അല്ലാഹു മുഅ്മിനീങ്ങളായ അടിമകളെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിനെ തഖ്വയുള്ളവരായി കൊണ്ടേയിരിക്കുക. ലില്ലദീന അഹ്സനൂ ഫി ഹാദിഹി ദുനിയാ ഹസന, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, ധൃതി കൂട്ടാതെ, ക്ഷമിച്ചുകൊണ്ട്, അവധാനത പാലിച്ചുകൊണ്ട് നല്ല കർമ്മങ്ങളാണോ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത്, അവനാണ് നാളെ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ കൂടിയുള്ളത്. ഈ ദുനിയാവ് പ്രതിശാലമായി കിടക്കുകയാണ്. ഒരുപാട് കടമ്പകൾ നിനക്ക് കടക്കേണ്ടി വരും. ആ കടമ്പകൾ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നാൽ നീ ക്ഷമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള സമയം നീ കണ്ടെത്തണേ. പരിശുദ്ധ ഖുർആനാ പറയുന്നത്, വഅറുല്ലാഹി വസിഅ, അല്ലാഹുവിന്റെ ഈ ദുനിയാവ്, ഈ ഭൂമി പ്രതിശാലമായി കിടക്കുകയാണ്. ക്ഷമാശീലരായി മാറാൻ കഴിയണം. ക്ഷമിച്ചുകൊണ്ട് ഈ പ്രതിശാലമായ ദുനിയാവിൽ ജീവിക്കുമ്പോഴോ ഇബാദത്ത് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടാക്കിയെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. വഇന്നമാ യുവഫസ്സാബിറൂന ഉജൂറഹും ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കുമില്ലാതെ, യാതൊരു കൃത്യതയുമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകൾക്ക്, ക്ഷമിച്ച് അമൽ ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത പ്രതിഫലം നൽകും. എന്തുകൊണ്ടാണ്? അല്ലാഹുവിനെ ക്ഷമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തു എന്നുള്ള നിലയ്ക്ക് തന്നെ. അതുകൊണ്ടാണ് പറയുന്നത്, നോമ്പ് നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷമ വേണം. ക്ഷമയുടെ പ്രതിഫലം തന്നെ അല്ലാഹു പറഞ്ഞത് ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കുമില്ലാന്നാണ്. അല്ലാഹു കോരി തരുമെന്നല്ലേ. ഇത് തന്നെയല്ലേ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ചാൽ റബ്ബ് പറഞ്ഞത്, എല്ലാ ഇബാദത്തുകളും എനിക്കുള്ളതോ, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്
പകുതി എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ശരീരത്തിന് പ്രഭാതം മുതൽ പ്രദോഷം വരെ വ്രതമനുഷ്ഠിക്കാൻ പാകപ്പെടുത്തിയെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞോ, അവൻ ഈമാനുള്ളവനാ, അവൻ ക്ഷമയുള്ളവനാ, അവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ തങ്ങൾ തന്നെ പറഞ്ഞില്ലയോ, അസ്സബറു മിനൽ ഈമാൻ ബിമൻസിലത്തിർ റഅസി മിനൽ ജസദ്. ഒരു മനുഷ്യന്റെ ഈമാനിലുള്ള ക്ഷമ എന്ന് പറയുന്നത് അവന്റെ ശിരസിലുള്ള തല പോലെയാ, അവന്റെ ശരീരത്തിലുള്ള തല പോലെയാണ്. ഈമാനിൽ ഒരാൾക്ക് സ്വബർ ഉണ്ടാവുക, ക്ഷമയുണ്ടാവുക, അമല് ചെയ്യാനുള്ള ക്ഷമ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തലയുള്ളത് പോലെയാ എന്ന് പറഞ്ഞാൽ തലല്ലെങ്കിൽ ശരീരം ഉണ്ടാവോ, ജീവൻ ഉണ്ടാവോ? ഇല്ലാത്തതുപോലെ ഈമാൻ ഉണ്ടാവുകയില്ല. അവന്റെ ജീവിതത്തിൽ സ്വബറില്ലെങ്കിൽ, ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ ഈമാൻ തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമയാണ്. അവന്റെ ജീവിതം മുഴുവൻ ക്ഷമയില്ലയോ, എല്ലാ കാര്യങ്ങളും ഒന്ന് ചാരിത്ര ശുദ്ധി നിങ്ങൾ എടുത്തു നോക്ക്. തിന്മ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, മുഖ്യാവയവങ്ങളെ തെച്ചിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള ക്ഷമ, ചാരിത്ര ശുദ്ധിവല്ലാത്ത ക്ഷമയല്ലയോ. മറ്റൊന്ന് ധീരതയാണ്. ധീരത എന്ന് പറഞ്ഞാലും അവന്റെ ശരീരത്തിന് പടച്ചറപ്പിന്റെ മുമ്പിൽ ഊരിപ്പിടിച്ച ആയുധങ്ങൾ കൊണ്ടോ മൂർച്ചയേറിയ ആളുകൾ കൊണ്ടോ കുന്തങ്ങൾ കൊണ്ടും കടന്നു വന്നാലും ആയുധധാരികളെ പോലും ഈമാൻ എന്ന ഒരൊറ്റ ആയുധം കൊണ്ട് ഏറ്റുമുട്ടാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വല്ലാത്ത ക്ഷമയല്ലയോ, വല്ലാത്ത അള്ളാഹുവിനെ പേടിയുള്ളവർക്കല്ലയോ അതിന് സാധിക്കൂ. മറ്റൊന്ന് പരിത്യാഗം. ഈ ദുനിയാവിൽ നിന്ന് എല്ലാം ഉപേക്ഷിക്കുക. ദുനിയാവല്ലേ എനിക്ക് വേണ്ടത്, നാളെ ആഖിറമാണ്. ഞാനും മരിക്കും, എല്ലാവരും മരിക്കും. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും നശിച്ചുകൊണ്ട് യജമാനായ റബ്ബിന്റെ മുമ്പിൽ ഉഖ്റവിയായ ലോകത്തിലേക്ക് ജീവിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ലോകം വേണ്ട, ആഖിറം അതിനെ തെരഞ്ഞെടുക്കാൻ അതിനു വേണ്ടിയുള്ള ക്ഷമ, അത് ഏറ്റവും വലിയൊരു ക്ഷമയാ. മറ്റൊന്ന് പ്രവാചകർ പഠിപ്പിച്ചത് ഖനാഅത്താണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. അതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ക്ഷമയുടെ കാര്യമാ. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരന്മാരെ, ക്ഷമിക്കാനുള്ള നല്ല ഒരു സ്വഭാവം, മാനസികമായ കെരുത്ത് അത് നമ്മൾ നേടിയെടുത്ത ഏത് വിവാദത്തുകളും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായവും ഉഖറവിയായ ലോകത്ത് വല്ലാത്ത പ്രതിഫലങ്ങളും അല്ലാഹു നൽകുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ 114 അധ്യായങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സന്ദേശങ്ങൾ മാനവകുലത്തിന് എത്തിച്ചു കൊടുത്തപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിലുള്ള ആയത്ത് ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൂന ഫീഹാ തഹിയ്യതൻ വസലാമാ. അല്ലാഹു പറയാണ്, ഇവിടെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും ജമാഅത്തിൽ പങ്കെടുക്കാനും നമസ്കരിക്കാനും നിങ്ങൾക്ക് തയ്യാറാണോ? സമയം കണ്ടെത്തുന്നുണ്ടോ? അല്ലാഹു പറയുകയാ, അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് നല്ല സ്വർഗീയമായ സമ്മാനങ്ങളുടെ പ്രതിഫലമായി ബിമാ സബറൂ. അവൻ ക്ഷമിച്ച കാരണമായി കൊണ്ട്, അവൻ ക്ഷമിച്ച കാരണമായി അവർക്ക് വല്ലാത്ത പ്രതിഫലങ്ങൾ നൽകുമെന്ന് മാത്രമല്ല, വയുലഖൂന ഫീഹാ തഹിയ്യതൻ വസലാമാ. രക്ഷ കൊണ്ടും അഭിവാദനം നടത്തിക്കൊണ്ടും അവനെ സ്വർഗത്തിലേക്ക് അല്ലാഹു സ്വീകരിക്കുന്നതുമാണ്. സൂറത്തുൽ ഫുർഖാൻ കഴിഞ്ഞു. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വവഖാഹുല്ലാഹു ശർറ ദാലികൽ യൗമി വലഖാഹും നദറതൻ വസുറൂറാ. ഇവിടെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, അല്ലാഹു പറയുകയാ വവഖാഹുല്ലാഹു ശർറ ദാലികൽ യൗം. ആ
ശോഭയും വല്ലാത്ത സന്തോഷവും അല്ലാഹു അവനോട് നൽകുന്നതാണ്. വജസാഹും ബിമാ സ്വബറൂ, എന്തുകൊണ്ട്? ബിമാ സ്വബറൂ, അവൻ ഭക്ഷണം ഒഴിവാക്കി അള്ളാനെ പേടിച്ചിട്ട് അവന്റെ ശരീരത്തിന് വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. അവൻ ക്ഷമിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കി. വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടായിട്ടോ അള്ളാനെ ആലോചിച്ചുകൊണ്ട് അവൻ ഈമാനുള്ളവനായതുകൊണ്ട് സ്വബർ ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അന്നപാനീയം ഒഴിവാക്കുന്നു. അള്ളാഹ് പറയുകയാ, ആഖിറത്തിൽ അവർക്ക് അതിനുള്ള പ്രതിഫലം ഞാൻ നൽകാം. എന്തോ സ്വർഗവും നൽകും, സ്വർഗത്തിലുള്ള പട്ടും അവർക്ക് നൽകുന്നതാണ്. വിലപിടിപ്പുള്ള സാധനങ്ങളാ, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത പ്രതിഫലങ്ങളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരെ മാത്രമേ വിജയിക്കുകയുള്ളൂ. സൂറത്തുൽ മുഅ്മിനീൻ തന്നെ അല്ലാഹു പറഞ്ഞതെന്താ? ഇന്നി ജസൈതുഹുൽ യൗമ ബിമാ സബറൂ അന്നഹും ഹുമുൽ ഫായിസൂൻ. ഇന്നി ജസൈതുഹും, ആ മുഅ്മിനീങ്ങളായ ആളുകൾ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത ആളുകൾ അല്ലാഹു അവന് പ്രതിഫലം നൽകുന്നതാണ്. അയ്യൗമ, ഇന്ന ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ബിമാ സബറൂ, അവർ ക്ഷമിച്ച് അമൽ ചെയ്തു എന്നൊറ്റ കാരണം കൊണ്ട് അന്നഹും, മനസ്സിലാക്കണേ, തീർച്ചയായും അവരാകുന്നത് അല്ലാഹു വീണ്ടും ഒന്നുകൂടെ തെരീകീത് ചെയ്ത് ശക്തി ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, തീർച്ചയായും അവരാകുന്നത് അവർ തന്നെയാകുന്നത് അൽ ഫായിസൂൻ, അവരാണ് എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നല്ല ദിവസങ്ങളോ നല്ല സമയങ്ങളോ എല്ലാം നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ക്ഷമിക്കുന്നവരായി കൊണ്ട് നമ്മളെ ജീവിതം നമ്മൾ മാറ്റിവെക്കണേ, ക്ഷമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണേ. ഈ മഹാന്മാരായ ആളുകള്, സ്വഹാബത്ത് കിറാമുകള് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ രീതിയിലുള്ള ജീവിതമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാ, മഹാനായ ഒരു സ്വഹാബിയുടെ ഒരു ചരിത്രം കൂടെ ഓർമ്മപ്പെടുത്തട്ടെയോ. ഷാമിൽ വെച്ചുകൊണ്ട് ന്റെ പാദം മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. രോഗം വന്നു, കാലിന് രോഗം വന്നു. കാലിന് രോഗം വന്നപ്പോ ഡോക്ടർ പറഞ്ഞു കാല് മുറിക്കണം. അന്നത്തെ ചികിത്സകൻ പറയുകയാണ്, നിങ്ങളുടെ രോഗം ഭേദമാകണോ, നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റണം. അന്നേരം പറയാം, എന്നത്തെ മാറ്റത്തൊന്നുമില്ല, മയക്കാൻ വേണ്ടി വേണ്ട ഇഞ്ചക്ഷന്റെ പേര് ഇഞ്ചക്ഷൻ ഒന്നുമില്ല. അന്ന് മയക്കൽ എങ്ങനെയെന്നറിയോ, നല്ല കള്ളങ്ങട് കുടിക്കുക. കള്ളങ്ങട് കുടിച്ചാൽ മസ്താവുള്ള ബോധം പോകും. ഓനെന്ത് കാണിയാലും ഒന്നും അറിയില്ലല്ലോ. ആ കള്ള് കുടിച്ച് മസ്താകുന്ന സമയത്താണ് അവന്റെ കാലുകളൊക്കെ കട്ട് ചെയ്യാറുള്ളത്. നോക്കി നിങ്ങൾ, മഹാനായ തങ്ങളവരുടെ കാല് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ സ്നേഹിതന്മാര് പറയുകയാ, അങ്ങൊന്ന് കള്ള് കുടിക്കുക. നല്ലവണ്ണം കള്ള് കുടിച്ചിട്ട് അങ്ങ് ബോധരഹിതനാകുന്ന സമയത്ത് അങ്ങയുടെ കാല് നിങ്ങൾ മുറിക്കാം എന്ന് മഹാനോട് നിർദ്ദേശിക്കുകയാണ്. ആ സമയത്ത് മഹാൻ പറഞ്ഞത് എന്തെന്നറിയോ, ഇല്ല ഇല്ല, റബ്ബിനിട്ടമില്ലാത്ത, മുത്തുനബിക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യില്ല. എന്റെ ക്ഷമ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി സൃഷ്ടാവായ യജമാനായ റബ്ബിനെ പരീക്ഷിക്കുകയാണ്. ഒരു പരീക്ഷണം വന്നപ്പോ എന്റെ ദീനിന്റെ നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവൻ ഇന്ന് കള്ളു കുടിക്കുമോ, അവന്റെ ക്ഷമയൊന്ന് പരിശോധിക്കാൻ അല്ലാഹു പരീക്ഷണ വസ്തുവായി എന്റെ കാലിനെ നിയോഗിച്ചതാണെന്ന് പറഞ്ഞ് മഹാൻ പറയുകയാ, കള്ളു കുടിക്കുന്നതിന്റെ പകരം ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ തക്ബീർ കിട്ടിയാൽ ഈ ലോകത്ത് ഒന്നും തന്നെ എന്നെ ഉണർത്താൻ സാധിക്കില്ല. നിങ്ങൾ എന്റെ ശരീരത്തിൽ എന്തു ചെയ്താലും എനിക്കതറിയാൻ കഴിയില്ല. ഞാനും എന്റെ റബ്ബും തമ്മിൽ സംഭാഷണത്തിലാണ്, ഞാനും എന്റെ റബ്ബും സംസാരിച്ചു കൊണ്ടിരിക്കുന്നയാൾ. എത്ര വലിയ ലോകത്തിലെ വേദനകൾ കടന്നു വന്നാലും ആ ശ്രദ്ധയിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ കാലിനെ മുറിച്ചുകൊള്ളുക. ആ സമയത്ത് തന്നെയാ അദ്ദേഹത്തിന്റെ മകനും വഫാത്താകുന്നത്, മരണപ്പെട്ടു പോകുന്നത്. രണ്ട് സംഭവങ്ങൾ വരികയാണ്. കാലൊന്ന് മുറിക്കണം. അവരുടെ മകനാണെങ്കിലോ മരണപ്പെട്ട് കിടക്കുകയുമാണ്. ഒരേ സമയത്ത് രണ്ട് വിപത്തുകൾ വന്നു നിൽക്കുമ്പോ തങ്ങൾ അവിടുന്ന് ഈ അനുജ
ചില സഹോദരന്മാരോട് പറഞ്ഞതെന്നറിയോ? അല്ലാഹുമ്മ ലകൽ ഹംദ്, പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയും. റബ്ബേ, എന്റെ മകനെ നീ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ മകനെ നീ എനിക്ക് നൽകിയതാ. ഇന്നെന്റെ കാല് മുറിക്കാൻ വേണ്ടി നീ എനിക്ക് പരീക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലം ആ കാലിന് നീ എനിക്ക് ആഫിയത്തും നൽകിയതാണ്. രണ്ട് കാലും രണ്ട് കൈയും 4 അവയവങ്ങൾ നീ എനിക്ക് നൽകിയില്ലയോ റബ്ബേ? 4 അവയവങ്ങൾ തന്നിട്ടോ ഒരു കാലല്ലേ റബ്ബേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ? മറുപടി കേൾക്കുന്ന ഉമ്മമാരെ, 4 അവയവങ്ങൾ റബ്ബേ നീ നൽകിയില്ലയോ? എന്നിട്ട് നീ ഒരൊറ്റ അവയവല്ലേ റബ്ബേ എന്നോട് തിരികെ ചോദിച്ചത്? നീ മടക്കിയെടുത്തത് ഒരൊറ്റ അവയവമല്ലേ? ഫലകൽ ഹംദ്, റബ്ബേ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. നിനക്കതിന്റെ പേരിൽ എല്ലാ സ്തുതിഗീതങ്ങളും ഓതുകയാ. അതുപോലെ തന്നെ 4 മക്കളെ നീ എനിക്ക് നൽകിയില്ലയോ റബ്ബേ? അതിലൊരൊറ്റ മകനെയല്ല റബ്ബേ നീ തിരിച്ചെടുത്തത്. ബാക്കി 3 ഇനിയും എനിക്ക് ഇവിടെ അവശേഷിക്കുകയാ. ഫലകൽ ഹംദ് ഹത്താ തർവാ. റബ്ബേ, അതുകൊണ്ട് നീ എന്നെ തൃപ്തിപ്പെടുന്നത് വരെ നിന്നോട് ഹംദ് മാത്രമേ ഉള്ളൂ. എനിക്ക് സങ്കടങ്ങളില്ല, പരിതാപകരമായ അവസ്ഥ എന്റെ ജീവിതത്തിലില്ല. റബ്ബേ, ഞാനത് ക്ഷമിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ തങ്ങൾ ഇങ്ങനെ മറുപടി പറയുകയാ. വലക്കൽ ഹംദു ഇദാ റദീത് വലക്കൽ ഹംദു ബഅദ റിദാ. വല്ലാത്ത ഹംദ് പടച്ച റബ്ബ് നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തേ നിങ്ങളിങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കുന്നത്? ഈ ആപത്ത് മുസീബത്തുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ക്ഷമിച്ചുകൊണ്ട് റബ്ബിന് സ്തുതിഗീതം പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. എന്തേ നിങ്ങൾക്ക് ഈ ആപത്ത് വരാനുള്ള കാരണം? നിങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടാവും. മുൻകഴിഞ്ഞ കാലങ്ങളിൽ, ദിവസങ്ങളിൽ വല്ല പാപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അത് കാരണമായി കൊണ്ടല്ലേ ഈ മുസീബത്ത് നിങ്ങൾക്ക് വന്നതെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉർവ സുബൈർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ സഹോദരനെ നോക്കിക്കൊണ്ട് പാടുകയാ. ലഅംറുക മാ മദ്ദൈതു തഫീരിബതി വലാ ഹമലതനി നഅറ ഫാഹിഷത്തുൽ നിജ്രി. പൊന്നുമോനെ, അല്ലാഹു ആയുസ് തന്നപ്പോ, അല്ലാഹു ആരോഗ്യം തന്നപ്പോ, അല്ലാഹു ആഫിയത്ത് തന്നപ്പോ, അല്ലാഹു മക്കളെ തന്നപ്പോ എന്റെ ഒരു അവയവങ്ങളെ കണ്ട് അല്ലാഹു പൊരുത്തമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഞാൻ എത്തി നോക്കിയിട്ടില്ല. എന്റെ വയസ്സിനെ തന്നെയാണ് സത്യം, എന്റെ ആയുസ് തന്നെയാണ് സത്യം. ഒരു സംശയമുള്ള അല്ലാഹു ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നെ മനസ്സിൽ സംശയം വരുന്ന ഒരു കാര്യങ്ങളിലേക്ക് എന്റെ കയ്യിനെ ഞാൻ നീട്ടിയിട്ടില്ല. ഒരു തെറ്റ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് എന്റെ കാല് കൊണ്ട് ഞാൻ നടന്നിട്ടില്ല. എന്റെ കാഴ്ചയാകട്ടെ, എന്റെ കേൾവിയാകട്ടെ, എന്റെ ബുദ്ധിയാകട്ടെ, എന്റെ ചിന്തകളാകട്ടെ, ഒന്നും തന്നെ ഞാൻ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്ത ഒരു കാര്യത്തിലേക്കും ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മുൻഗാമികളായ എന്റെ നേതാക്കന്മാരായ ആളുകൾക്ക് പരീക്ഷണാർത്ഥം നൽകിയതുപോലെ അവർക്ക് കിട്ടിയ മുസീബത്ത് പോലെ അവർക്കൊക്കെ അനുഭവിച്ചു.
പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് കൊടുത്ത അല്ലാഹുവിന്റെ ക്ഷമയെ പരീക്ഷിച്ചതുപോലെ എന്നെ പരീക്ഷിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് വഅലമു ഞാൻ മനസ്സിലാക്കുകയാ എനിക്കെത്തിയതായ മുസീബത്ത് എന്റെ കാലൊടിക്കലാകട്ടെ എന്റെ മകൻ കിടമറഞ്ഞതാകട്ടെ ഇതൊന്നും എനിക്ക് എത്തിയിട്ടില്ല അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷിക്കാൻ വേണ്ടിയല്ലാണ് മുൻഗാമികളും പരീക്ഷിച്ചതുപോലെ എന്റെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ കാലം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് മുസീബത്തുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ തരുമ്പോ അതിനൊക്കെ മാറി നിൽക്കാൻ ഇബാദത്തിനൊക്കെ മാറി നിൽക്കുന്നുണ്ടോ, ക്ഷമയെ കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ. കാലത്തിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരുമ്പോ അതിനൊക്കെ ക്ഷമിച്ചുകൊണ്ട് നീ തരണം ചെയ്യണേ. നിന്റെ ജീവിതത്തിലേക്ക് വന്നാലും സ്വബർ അങ്ങോട്ട് മുറുകെ പിടിക്കുക, അത് മുഖേന അങ്ങോട്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.